റെഡി അല്ലേ? ലൈവ് അല്ലേ? ഹലോ ഗൈസ്, അപ്പോൾ 2025 നീറ്റ് എക്സാമിന്റെ ദിവസമാണ് ഇന്ന്. യെസ്, മെയ് 4-ാം തീയതി. നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് ഇന്ത്യയിലെമ്പാടുമായുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ എക്സാമുകൾ എഴുതുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ. അപ്പൊ തീർച്ചയായിട്ടും മെയ് 4-ാം തീയതി നമ്മുടെ ഒരു എക്സാം സെന്ററിന്റെ മുമ്പിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ. അവിടെ ആരുമില്ല, ഇങ്ങോട്ട് നോക്കിട്ടോ. ഇവിടെ നോക്കൂ, ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും പ്രതീക്ഷകളോട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലൊരു വിദ്യാർത്ഥിയും പേരന്റും ആയിരിക്കും. അപ്പൊ നമുക്ക് അവരോട് ചോദിച്ചാലോ? യെസ്, ക്യാമറ പാനി. മറ്റേ അഴകിയ ലൈല போனது எங்கே மன்மதனே உன்றது எங்கே கண்ணத்தை கொட்டால் சந்தன கொட்டும் வெச்சத்தை கொட்டால் குங்குமம் கொட்டும் புன்னகை பட்டால் மல்லிகை கொட்டும் பார்த்தால் பருவம் மூச்சு கொட்டும் காணலி மோசிகள் செம்பனை தேடும் அம்மம்மா. യെസ്, സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്, നമ്മളെല്ലാം ഏറ്റവും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മുടെ സ്വന്തം മായറാണി മിസ്സാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. മിസ്സേ, തീർച്ചയായിട്ടും മിസ് എത്തിച്ചേർന്നിരിക്കുന്നത് എക്സാം സെൻറ്ററിലേക്കാണ്. നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ അവിടെ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ്, നമ്മുടെ എക്സാമിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ മിസ്സിന് നമ്മുടെ ഒരു സെക്കൻഡ് മിസ്സിന് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആകുമ്പോൾ ചെറിയൊരു പരിഭ്രാന്തിയും ഒരു ബുദ്ധിമുട്ടും ഒക്കെ കാണും. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കുക, അതാണ് അതിന് വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം, അത് ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ ശരിക്കും നമുക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ വക ഒരു ഓൾ ദി ബെസ്റ്റ്. ഗൈസ്, ലൈവ് മിസ് പോയി, ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. എന്തുവാടാ ഇത്? നീ എന്തിനാ വന്നേ? നീറ്റ് എഴുതാൻ. നീറ്റ് പരീക്ഷ എഴുതാൻ തന്നെയല്ലേ വന്നത്, അല്ലാതെ ഫാഷൻ ഷോയ്ക്കൊന്നും അല്ലല്ലോ. ഇവിടെ നിന്റെ കോലം കെട്ടൊന്നും നടക്കത്തില്ല കേട്ടോ. ലുക്മായ, ഇതൊക്കെ എൻ്റെ ഒരു സ്റ്റൈലല്ലേ? പിന്നെ എൻ്റെ ഈ ഹുഡി, ഈ ജീൻസൊക്കെ ഉണ്ട്, ഇതൊക്കെ ബ്രാൻഡാണ്. പിന്നെ അത് മാത്രമല്ല, ഈ വളയും മാലയൊക്കെ എൻ്റെ ലക്കി ചാൻസ് ആണ്. ഇതൊന്നും ഇല്ലാണ്ട് ഞാനല്ല, അല്ലാണ്ട് എനിക്ക് നീറ്റ് കിട്ടില്ല. അല്ലാണ്ട് NTR പറയുന്ന പോലല്ല. TTR, അയ്യേ അത് ട്രെയിനിലെ ബ്രോ എന്തോട്ട്. NTR പറയുന്ന പോലെ എൻ്റെ ലക്കി ചാൻസ് ഒന്നും ഇല്ലാണ്ട് പോയാണ്ടല്ലോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കോലത്തിൽ പോയാൽ നിന്നെ ഗേറ്റിനകത്ത് പോലും കേറ്റത്തില്ല. എന്റെ തലയിലുണ്ടല്ലോ ഒരു ഭാരിക്കണ പോലെയാണ്. എന്താണത്? ബ്രിക്സാ? എന്തോ കട്ട ചുമക്കണ കാര്യം തോന്നുന്നു. മച്ചാനെ, ഈ തലയിലൊക്കെ ഇങ്ങനെ ഭാരം കയറിയിരിക്കണ പോലെ അവനത് വേണം. നിനക്ക് നീറ്റ് പരീക്ഷ എഴുതണ, ഡോക്ടർ ആവണ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം മാറ്റിയേ പറ്റൂ. ഇപ്പൊ ഞാൻ ഇങ്ങനെ വന്നു പോയില്ലേ, ഞാൻ ഇങ്ങനെ ആയിപ്പോയില്ലേ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? അയ്യോ, ഇനിയിപ്പോ പോയി വാങ്ങാനുള്ള സമയമില്ലല്ലോ, എന്ത് ചെയ്യും? അതിരിക്കട്ടെ, ആരെ കൂടെ വന്ന ഈ ഫാഷൻ ഷോയ്ക്ക്? ആര്? ഏച്ചനെ ഒന്ന് വിളിക്കാവോ? ഒരു മിനിറ്റ്, ഇപ്പൊ ഇതാണോ അച്ഛൻ? രണ്ടുപേരും ഒരുപോലെ ഉണ്ടല്ലോ കാണാൻ. അച്ഛൻ, നീ ഡ്രസ് കോഡ് പെർഫെക്റ്റ് ആണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. വാവ്, പെർഫെക്റ്റ്. ദേ, നിങ്ങളിത് കണ്ടോ? ഇപ്പോൾ ഇവൻ്റെ ഡ്രസ് കോഡ്, ഇതിനകത്ത് ഹെവി ആയിട്ടുള്ള ഒരു വർക്കും ഇല്ല, ടെക്സ്റ്റൽ മെറ്റീരിയൽസ് അല്ല, കാരണം പ്രിൻറ്റിങ്സ് ഒന്നും ഇല്ല, പിന്നെ മെറ്റൽസ് ഒന്നും ഇല്ല. ബട്ടൺ ഉണ്ടെങ്കിലും അത് പ്ലാസ്റ്റിക് ബട്ടണാണ്. അവൻ്റെ പാൻസ് കൃത്യം ഇടാൻ കറക്റ്റായിട്ടുള്ളൊരു പെർഫെക്റ്റ് ഡ്രസ് കോഡിൽ തന്നെയാണ്. ചപ്പൽ ക്ലോസ്ഡ് അല്ല, ഇതുപോലത്തെ സ്ലിപ്പർ ടൈപ്പ് ഓഫ് ചപ്പൽസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ അനുവദനീയമാണ്. ചുരുക്കം പറഞ്ഞാൽ മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ടാണ് ദേ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ പോകുന്നത്. നിങ്ങളും ഇതുപോലെ ആയിരിക്കണം. കുട്ടിയുടെ പേര്? കുട്ടിയുടെ പേര്?
പ്രഭു നീറ്റ് എക്സാം എഴുതാൻ വേണ്ട എൻ്റെ ഈ കുട്ടനെ നീ ഡോക്ടറാക്കണേ. മമ്മൂട്ടിയും ടൂമ്പയും മാറ്റി അവൻ്റെ കയ്യിലേക്ക് സ്റ്റെതസ്കോപ്പും വൈറ്റ് കൊട്ടയും വൈറ്റ് കോട്ട് എന്നെ സമझा വൈറ്റ് കോട്ടും കൊട്ടിട്ട് നീ ഡോക്ടറാക്കണേ. ആശാമീനെ പെരുമ്പുവാറിലേക്ക് എത്തിച്ച പോലെ പെരുമ്പുവാറിൽ നിന്ന് നീ ഇവനെ എയിംസ് ദില്ലിയിലേക്ക് എത്തിക്കണേ ഹേ പ്രഭു. बेटा पढ़ो. अरे भाई नीट एഴുതൽ करने के लिए വന്നതാണ്. हाँ बेटा देखो माड़ा सेठी. മാട ചേച്ചി അല്ല മായ ചേച്ചി. माड़ा सेठी. മായാറാണി. माया प्राणी. മായ പ്രാണി അല്ല മായാറാണി ചക്രപാണി സതികുമാരി. माया प्राणी चक्रवाणी षडी कुमारी शेट्टी. देखो मेरा छोटा बेटा अच्छा है. अच्छा नहीं सेटा अच्छा नहीं. अरे माड़ा सेठी അങ്ങനെ ഒരു ടോക്ക് ഇടേ നോക്കി നക്കി ബന്നി 150 രൂപയ്ക്ക് 3 എണ്ണം. हाँ वो वाला और ये देखिए क्रैश ഒന്നല്ല രണ്ടെണ്ണം 170 രൂപയ്ക്ക് രണ്ടെണ്ണം ഒന്ന് മേടിച്ച് ഒന്ന് ഫ്രീ. क्या इसे परीक्षा हॉल में नहीं पा सकते? नहीं 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 इन्होंने ऑटो देखूला. हे प्रभु मेरे बेटे का व्हाइट कोट. वाइट हाँ व्हाइट कोट. ഈ മോനെ വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പും ഒക്കെ ഇടണമെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതണം. നീറ്റ് പരീക്ഷ എഴുതണമെങ്കിൽ എക്സാം ഹാളിൽ ഇതുപോലെ ചെന്നാൽ അവർ കയറ്റൂല. क्यों? ഈ ടീഷർട്ട് ഓക്കെ ആണ്. हाँ नक्की बनिए ओके. ഇതിനകത്തെ എഴുത്തുകളൊന്നും ഇല്ല, വലിയ ഹെവി മെറ്റീരിയൽ ഒന്നും അല്ല, ഫുൾ സ്ലീവ് അല്ല, പോക്കറ്റ് ഇല്ല, പെർഫെക്റ്റ് ആണ്. പക്ഷേ ഈ മാല കണ്ടോ, ഈ മാല പരീക്ഷാ ഹാളിൽ അനുവദനീയമല്ല, കയറ്റൂല. പിന്നെ ഈ വാച്ച് കണ്ടോ, ഈ വാച്ചും പരീക്ഷാ ഹാളിൽ കയറ്റൂല. ഈ മോതിരം കണ്ടോ, ഒരു തരത്തിലുള്ള ഓർണമെന്റ്സും പരീക്ഷാ ഹാളിൽ കയറ്റൂല. പിന്നെ ഈ ബെൽറ്റ് പാൻറ് ഓക്കെ ആണ്, പക്ഷെ ബെൽറ്റ് പരീക്ഷാ ഹാളിൽ. പിന്നെ ഈ ചെരുപ്പ് കണ്ടോ, ഈ ചെരുപ്പും പരീക്ഷാ ഹാളിൽ ക്രോസ് ഫീ നഹി. ഇതേ നമുക്ക് കാല് കവർ ചെയ്യാത്ത തരത്തിലുള്ള ചെരുപ്പുകൾ മാത്രമേ പരീക്ഷാ ഹാളിൽ കയറ്റൂ. പരീക്ഷ എഴുതണമല്ലോ. ബിൽക്കുലെങ്കിൽ ഇതെല്ലാം ഒന്ന് മാറ്റിയാലേ പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റൂ. നമുക്ക് മൊത്തത്തിലൊന്ന് അയ്യോ ഇതെന്തോ മോനെ, ഇത് ഹെഡ്സെറ്റ്, മൊബൈല്, കാൽക്കുലേറ്റർ, ഹെഡ്സെറ്റ് അങ്ങനെയുള്ള ഒരു ഡിവൈസും പരീക്ഷാ ഹാളിൽ കയറ്റൂല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവൻ മൊത്തം ഒന്ന് മാറിയാലേ വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പും കിട്ടും. മോനെ ഇതെന്താ ഈ കയ്യില്? ഓ ആശ്രമത്തിൽ കിട്ടിയതാ ഹേ പ്രഭു. വിശ്വാസമൊക്കെ നമ്മുടെ മനസ്സിലാണ് വേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള ഒരു വിശ്വാസ ചിഹ്നങ്ങളും പരീക്ഷാ ഹാളിലേക്ക് കയറ്റില്ല. മോൻ നന്നായിട്ട് പഠിച്ചിട്ടില്ലേ, അത് മതി. വിശ്വാസവും പ്രാർത്ഥനയൊക്കെ നമ്മുടെ മനസ്സിലാണ് വേണ്ടത്. അത് എല്ലാം ചെയ്യാം മാടശേഷി. നമുക്ക് അതിന് വൈറ്റ് കോട്ട് ഇവന് കിട്ടണം. ഓക്കെ, ഇനി മാടശേഷി കുറച്ച് മൂട്ടി വേഷം കൊടുത്തേ. മൂട്ടി വേഷം. ആ മിസ് പിള്ളേർക്കെല്ലാം പരീക്ഷയ്ക്ക് മുന്നേ കൊടുക്കണില്ലേ മൂട്ടി വേഷം? മോട്ടിവേഷൻ ആണോ? ഓ പ്ലീസ് ഡിജെ. ആദ്യം ഇവന് പരീക്ഷാ ഹാളിൽ കടക്കാൻ രീതിയിലൊന്ന് ഞാൻ മാറ്റട്ടെ, എന്നിട്ട് മോട്ടിവേഷൻ. ബിൽക്കുൽ ആപ് കറോ. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. And the test and 2 and the can and the cone and the pack. 2 and the can and the cone and the pack. 2 and the can and the cone and the pack. Okay. Perfect. Okay. മച്ചാനത് ഒരളിയ. Excuse me. समय ना टाइम? यस. ये देखो टाइम. ये तो आसाम वाला वाच है, इससे टाइम नहीं, म्यूजिक भी है. മോനെ സമയം 10:20. ये बड़ा वाला इങ്ങനെ बानी. പിന്നെ മോന്റെ ഈ ഡ്രസ് നീറ്റിന്റെ പെർഫെക്റ്റ് ഡ്രസ് കോഡാണ്. ചെരുപ്പ് ഓക്കെ, പാൻസ് ഓക്കെ, അതുപോലെ ടീഷർട്ട് ഓക്കെ. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ എല്ലാ വീഡിയോയും കണ്ടിട്ടുണ്ട്. പത്തിരി പഠിച്ചത് ഒത്തിരി റീകലക്ട് ചെയ്യാറുണ്ട്. നമുക്ക് കാണാവേ ഇതാ പെർഫെക്റ്റ് ഡ്രസ് കോഡ്. ഓക്കെ ശരി. ഈ മോൻ ചെയ്തതാണ് കൃത്യമായിട്ടുള്ള അപ്രോച്ച്.
കാരണം പരീക്ഷയ്ക്ക് തൊട്ടു മുന്നേ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും ഏത് ഡ്രസ്സാണ് ഇടേണ്ടതെന്നും കൃത്യമായി മനസ്സിലാക്കി ഹാളിലേക്ക് കയറുന്നതിന് വളരെ മുൻപ് തന്നെ ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. മെയ് 4-ാം തീയതി നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട അപ്രോച്ച് ഇത് തന്നെയായിരിക്കണം. Brilliant Study Center, India's #1 coaching center for NEET and JEE.